കലാക്ഷേത്ര പോലീസ് സ്റ്റേഷൻ റോഡ്, സുൽത്താൻ ബത്തേരി. ഫോൺ 9744482853 9747201211. നടനോത്സവം വേദിയിൽ എന്നോടൊപ്പമുള്ളത് അറബിക് സംഘഗാനത്തിൽ 1ാം സ്ഥാനം നേടിയ ടീമാണ്. ഇവിടെ ചിരിച്ചുകൊണ്ടാണ് അവരിങ്ങനെ നിൽക്കുന്നത്. വളരെയധികം സന്തോഷത്തോടെയാണ്. അപ്പൊ എന്നോട് പറഞ്ഞത് ഞങ്ങൾ അതിന്റെ വൈബിലാണെന്നാണ്. വൈബിലാണോ? തീർച്ചയായും വൈബിലാണ്. ആരാ ഇത് പഠിപ്പിച്ചേ? ഞങ്ങളെ സീനിയേഴ്സ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ അറബി സാറ് നൗഷാദ് സാറ്, പിന്നെ എൻ്റെ ഏട്ടൻ്റെ ഷാറൂഖ്. എല്ലാരും കൂടിയാണ് ഇത് പഠിപ്പിച്ചു തന്നത് അല്ലേ? ഏത് സ്കൂളാന്ന് ഉറക്കെ പറഞ്ഞേ. GUPS തലപ്പുഴ. GUPS തലപ്പുഴയുടെ ചുണക്കുട്ടികളാണ് അല്ലേ? ഓക്കെ. കഴിഞ്ഞ വർഷം പങ്കെടുത്തിരുന്നോ മത്സരത്തില്? പങ്കെടുത്തിരുന്നു. ജില്ലയിലല്ല, സബ് ജില്ലയില്. സബ് ജില്ലയിൽ പങ്കെടുത്തിരുന്നു. ഈ ജില്ലയിൽ ആദ്യമായിട്ടാണ് വരുന്നത്? അല്ല, കഴിഞ്ഞതിന് മുന്നത്തെ പ്രാവശ്യം. അമ്പടാ. ഓക്കെ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് മിസ്സായി പോയി അല്ലേ? ഓക്കെ. അത് തിരിച്ചു പിടിച്ചു. അതിന്റെയാണ് ഇത്ര ഭയങ്കര ഹാപ്പിയിൽ നിൽക്കുന്നത്. ആ വൈബൊന്നും കളയില്ല ഞങ്ങൾ എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ ഇനി നമുക്ക് എല്ലാരെയും ഒന്ന് പരിചയപ്പെടാം അല്ലേ? ഇങ്ങനെ അറ്റത്തുനിന്ന് തുടങ്ങിക്കോ. പേര് പറഞ്ഞു തുടങ്ങിക്കോ. റാനിയ മെഹറിൻ, റഫ്ന ഷെറി, ഹന്ന ഫാത്തിമ സിസി, അൽഫ ഫാത്തിമ, നിദ നസ്റിൻ, തൻഹ നസ്റിൻ, മിൻഹ ഫാത്തിമ. ഓക്കെ. നിങ്ങൾ ഈ സംഘഗാനത്തിൽ മാത്രമേ ഉള്ളോ? അതോ ആരെങ്കിലും ഈ കൂട്ടത്തില് വേറെ പരിപാടികൾക്ക് പങ്കെടുക്കുന്നുണ്ടോ? ഞാൻ ഉറുദു പദ്യത്തിനുണ്ട്, പിന്നെ ഞാൻ അറബി പദ്യത്തിനുണ്ട്. ആണോ? ഇതില് പ്രൈസ് കിട്ടിയോ? ഫസ്റ്റ് പ്രൈസ്. ഓക്കെ. 1ാം സ്ഥാനം കാര്യമൊക്കെ ഉണ്ടല്ലേ മോൾക്കോ? പദ്യത്തിന് സെക്കൻഡ്, നാളെ അറബി ഗാനം ഉണ്ട്. അതില് ഞാൻ നേടും എന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ. എന്താണെങ്കിലും ജില്ലയിൽ പങ്കെടുക്കാൻ കഴിയാന്ന് പറയുന്നത് വലിയ ഭാഗ്യല്ലേ? അതെ. അപ്പോ ഇനി ആരാണ് ഇതിൽ നന്നായിട്ട് പാടുന്നത്? നിങ്ങളൊക്കെ പാട്ടുകാരാണ്. ഈ പദ്യം അല്ല, സോറി, സംഘഗാനം അല്ലാതെ വേറെ ഏതെങ്കിലും പാട്ടുകൾ പാടാൻ പറ്റുമോ? ആരാ പാടുന്നേ? ഒന്ന് പാടിക്കേ ഒരു പാട്ട്. വേഗം പാടിക്കോ. ഏതെങ്കിലും ഇപ്പൊ മനസ്സിൽ വരുന്ന ഒരു പാട്ട് പാടിക്കോ. വേഗാവട്ടെ. കതിർത്തൊല്ലപ്പനത്ത ഗതിമ്പിക്കള്ളി വിളിക്കള്ളി ഹൊള്ളി റസൂലല്ല ബിദരള്ളി വിളിപ്പതനുമെ ബഹുമതിച്ചമ്മൈ തങ്കരളിയല്ല ബിദമെ തനുമെ ഹിതുമെ നിതമെ കരമെ ബരമെ സോഫിയല്ല ചതുവിധം ഹരബൊളി തലമിലും ഹലി മനസ്സിലും തക തക ബിണ്ട് കണ്ടുകൊണ്ട് ബിണ്ട് മഹിന്ദരം കണ്ട് ശിരസിലും പക പക അലയൊള്ളി അലിഹാസാത്ത് ഫുലുമെ നോക്ക കൈസ സൂപ്പർ ആയിരുന്നു കേട്ടോ. ഇതെന്താണ്? അറബിക് മാപ്പിള പാട്ടാണ്. ഓക്കെ. അപ്പോ ഇനി നിങ്ങളുടെ സംഘഗാനം ഒന്ന് കേട്ടാലോ? കുറച്ചു ഭാഗം എല്ലാരും കൂടി പാടിക്കോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വല്ലാ 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 യാ വല്ലാ. والله أنا معتمد ربي نجزي يا أحد ربي نجزي يا صمد ربي يا الله ربي نجزي يا أحد ربي نجزي يا صمد ربي يا من معتمد ربي يا الله ربي يا متعالي يا الله ربي حي العالي يا الله ربي سوي الطاعي يا الله ربي توي الباعي يا الله ربي صحي الصاحي يا الله ربي زكي الجاني يا الله ربي قوي القائد يا الله ربي نقي الفائد يا الله ربي نجزي يا الله ربي يا الله الله بالله يا أنت عماده أكثرني نعمة فادو خيرا فيبيض فؤاده خيرا لذا بالله بالله ربنا يا الله ربنا يا الله بالله يا بالله.
സൂപ്പർ ആയിരുന്നു കേട്ടോ. കൂടെ പാടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു പിടുത്തമില്ല, അതുകൊണ്ടാണ് പാടാതിരുന്നത്. താളം പിടിച്ചോളൂ കേട്ടോ. എന്താണേലും വളരെ നന്നായിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന അധ്യാപകരോടൊക്കെ നിങ്ങൾക്ക് നന്ദി പറയാണ്ടാവില്ലേ? ഒന്ന് പറഞ്ഞ് ആരൊക്കെയാണ്, അവരോടൊക്കെ താങ്ക്സ് ഒന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞു. ഞങ്ങളെ അറബി സാറുണ്ട്, നൗഷാ സാറ്, പിന്നെ ഞങ്ങളെ സീനിയേഴ്സും, പിന്നെ എൻ്റെ ഏട്ടന് ഉണ്ട് ഷാറൂഖ്. ഇവിടെ വന്നിട്ടുണ്ടോ ഏട്ടൻ? ആ, ഇങ്ങോട്ട് വരാമോ? പിന്നെ നൗഷാ സാർ വരൂ. കയറി വരൂ. ടീച്ചർ വന്നിട്ടുണ്ട്, ശ്രുതി ടീച്ചർ. അപ്പൊ ഇവരുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഈ ഒരു വിജയം നേടാൻ പറ്റിയത് അല്ലേ? അപ്പം മാഷ് നൗഷാദ് മാസ്റ്ററാണ് ഇവരെ പഠിപ്പിച്ചെടുത്ത് ഈ ഒരു ഗാനം സെലക്ട് ചെയ്തത്. സാറാണോ? സീനിയേഴ്സാണ്. ഇവര് പൊതുവെ നന്നായിട്ട് പാടുന്ന, അതായത് ഫാമിലി ആയിട്ട് തന്നെ ഇവര് നല്ല പാട്ടുകാരാണ്. പിന്നെ കവിത ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് ഉണ്ട്. അവള് ഈ ഫലസ്തീനിലെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഒരു കവിതയാണ്. അതിൽ ആ ഹയയൊക്കെ ഇങ്ങനെ പരാമർശിക്കുന്നത്, ആ വസിയത്തൊക്കെ എഴുതി വെച്ച് പിന്നീട് ആ ബോംബിങ്ങിൽ മരിച്ചുപോയ വളരെ സൂപ്പർ ആയിട്ട് രണ്ടുപേരും. സാർ എഴുതിയതാണോ? ഞാൻ എഴുതിയത്. ആ ശരി. സാറ് വളരെ സൂപ്പർ ആയിട്ട് വളരെ ഗംഭീരമായിട്ട് ഇവർ രണ്ടും അവതരിപ്പിച്ചു. പിന്നെ ഇവരെ പരിശീലിപ്പിച്ചത് ഇവരെ ചേച്ചിമാരെന്ന് പറയാൻ പറ്റുന്ന ഹൈസ്കൂൾ വിഭാഗത്തില് സീനിയേഴ്സ് ആണ്. സംഘഗാനത്തിൽ അവരും മത്സരത്തിലുണ്ട്. മിസ്രിയ അതേപോലെ അവരെ കൂട്ടുകാരെയാണ് അവരെ പരിശീലിപ്പിച്ചത്. ടീച്ചർ സ്കൂളിൽ തന്നെ ഒരു സപ്പോർട്ട് ചെയ്ത് പോരുന്ന ഒരു ടീച്ചറാണ് അല്ലെ? പേരെന്താ? ശ്രുതി സന്തോഷ്. ശ്രുതി. ഓക്കെ, ഇത് മോളുടെ ഏട്ടനാണ്. ഏട്ടൻ എന്താ പറയാനുള്ള ഈ ഒരു വിജയത്തില്? മെയിനായിട്ട് പറയാനുള്ളത് നൗഷാദ് സാറിൻ്റെ എഫേർട്ട് തന്നെയാണ് സത്യത്തിൽ. പിന്നെ കാരണം സാറ് വെച്ചാൽ ഇപ്പോൾ 2-3 വർഷങ്ങളായിട്ട് കുട്ടികളെ പുറകെ തന്നെ ഇതിനു വേണ്ടിയിട്ട് അത്രത്തോളം എന്താ പറയുക, പിന്നെ വെറുതെ നടക്കുക എന്നുള്ളതല്ല, കാരണം ഇതിനു വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. കാരണം കുട്ടികൾ ഇതേപോലെ ഒരു വേദിയിൽ, കാരണം വേറൊന്നുമല്ല, സാറ് തന്നെ എഫേർട്ട് എടുത്ത് അതിൻ്റെ പുറകിൽ നടന്ന് കുട്ടികളൊരു വിജയം കാണണം എന്നുള്ളൊരു ആഗ്രഹിച്ച് നടക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് മെയിനായിട്ട്. എൻ്റെ പേര് ഷാറൂഖ്. പാട ഒരു 2 വരി പാട്ട്, ഏതെങ്കിലും ഫിലിം സോങ് ആണെങ്കിലും. പൂവി സിംബൂവി ഉൻവാസം വരും വാസൽ എൻ വാസൽ ഉൻ പൂങ്കാവനം വായ് പേസിടും പുല്ലാങ്കുഴൽ നീതാനൊരു പൂവിൻ മടൽ. പൂവി സിംബൂവി ഉൻവാസം വരും പൂവി സിംബൂവി. എന്താ ചെയ്യുന്നേ? നന്നായിട്ട് പാടിട്ടോ. എന്താ ചെയ്യുന്നേ? ഞാനിപ്പോ വർക്ക് ചെയ്യാണ്. ഓക്കെ, എന്തായാലും എല്ലാവർക്കും സന്തോഷമുള്ളൊരു സമയമാണ് ഇപ്പൊ. എന്തായാലും ഞങ്ങളുടെ മലനാട് ചാനലിന്റെ നടനോത്സവ വേദിയിൽ എത്തിയതിലുള്ള സന്തോഷവും നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ആശംസകളും അഭിനന്ദനങ്ങളും ഒക്കെ അറിയിക്കുകയാണ്. താങ്ക് യു.